എല്ലാവർക്കും നമസ്കാരം. നിത്യാനന്ദ യോഗ കേന്ദ്രത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വാർദ്ധക്യത്തിലേക്ക് കടന്ന വ്യക്തികൾക്ക് വളരെ ലളിതമായി പരിശീലിക്കാവുന്ന വ്യായാമങ്ങളായിരുന്നു കുറച്ച് ക്ലാസ്സുകളിലായി നമ്മൾ പരിശീലിച്ചുകൊണ്ടിരുന്നത്. ഇനി അങ്ങനെയുള്ള വ്യക്തികൾക്ക് പരിശീലിക്കാവുന്ന കുറച്ച് ആസനങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് വിശദമായി കടക്കാം. ഇന്ന് നമ്മൾ പരിശീലിക്കാൻ പോകുന്നതിൽ ആദ്യത്തേതാണ് താടാസനം 1. ഇരു കാലുകളും ചേർത്ത് വെച്ച് നട്ടെല്ല് നിവർന്ന് നിൽക്കുക. സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം ഇരു കൈകളെയും ഉയർത്തിക്കൊണ്ടുവന്ന് തലക്കിരുവശങ്ങളിലുമായി ചെവികളോട് ചേർത്ത് വെക്കാവുന്നതാണ്. ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം കൈകളെ പതിയെ താഴ്ത്തിക്കൊണ്ടുവന്ന് കാൽത്തുടകളിൽ ചേർത്ത് വെക്കുകയും ചെയ്യുക. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കൈകളെ ഉയർത്തിക്കൊണ്ടുവരികയും തലക്കിരുവശങ്ങളിലും കൊണ്ടുവന്ന് വെക്കുകയും ചെയ്യാവുന്നതാണ്. ഇതേ രീതിയിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഇരു കൈകളെയും ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം പതിയെ താഴ്ത്തിക്കൊണ്ടുവന്ന് കാലുകളോട് ചേർത്ത് വെക്കുകയും ഇങ്ങനെ 8-10 തവണ പരിശീലിക്കാവുന്നതാണ്. പരിശീലിക്കുന്ന സമയം ബുദ്ധിമുട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അല്പസമയത്തേക്ക് വിശ്രമിച്ചതിന് ശേഷം മാത്രം തുടർന്നാൽ മതിയാകും. വളരെ സാവധാനം മാത്രം പരിശീലിക്കാൻ ശ്രദ്ധിക്കുക. ഇരുകാലുകളും ചേർത്ത് വെച്ച് പരിശീലിക്കാൻ ബുദ്ധിമുട്ടുള്ള വ്യക്തികൾക്ക് കാൽപാദങ്ങൾ അല്പം അകത്തി വെച്ചും പരിശീലിക്കാവുന്നതാണ്. മുതിർന്ന വ്യക്തികൾക്കായതുകൊണ്ടാണ് ഈ ആസനം ഈ രീതിയിൽ ചെയ്യാൻ പറഞ്ഞത്. ഇത് ചെയ്യേണ്ട യഥാർത്ഥ രീതി എന്തെന്നും കൂടി നമുക്ക് നോക്കാം. ഇരുകാലുകളും ചേർത്ത് വെച്ച് നിന്നതിന് ശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കൈകളും ഉയർത്തിക്കൊണ്ടുവരുന്നതോടൊപ്പം ഇരു കാലുകളുടെയും ഉപ്പുറ്റികൾ തറയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരേണ്ടതാണ്. ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തന്നെ കൈകളെ താഴ്ത്തിക്കൊണ്ടുവരികയും കാലുകളുടെ ഉപ്പുറ്റികൾ താഴ്ത്തിക്കൊണ്ടുവന്ന് തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഇതേ രീതിയിൽ തന്നെ ഇരു കൈകളെയും കാലുകളുടെ ഉപ്പുറ്റികളെയും ഒരുമിച്ച് ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ താഴ്ത്തിക്കൊണ്ടുവരികയുമാണ് ചെയ്യേണ്ടത്. ഇതേ രീതിയിൽ മുതിർന്ന വ്യക്തികൾക്ക് പരിശീലിക്കാൻ ബുദ്ധിമുട്ട് തോന്നിയേക്കാവുന്നത് കൊണ്ടാണ് കൈകൾ മാത്രം ഉയർത്തി ചെയ്താൽ മതി എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ രീതിയിലാണ് താടാസനം 1 നമ്മൾ പരിശീലിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് താടാസനം 2 പരിശീലിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളും ചേർത്ത് വെച്ച് നട്ടെല്ല് നിവർന്ന് നിൽക്കുക. ഇനി ഇരു കൈപ്പത്തികളും ശരീരത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്ന് വിരലുകൾ പരസ്പരം കോർത്തു പിടിച്ചതിന് ശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കോർത്തു പിടിച്ചിരിക്കുന്ന കൈകളെ ഉയർത്തിക്കൊണ്ടുവരികയും തലയ്ക്ക് ഇരുവശങ്ങളിലുമായി ചെവികളോട് ചേർത്ത് വെക്കുകയും ചെയ്യുക. ഈ അവസ്ഥയിൽ ഉള്ളം കൈകൾ മുകളിലേക്ക് ഫേസ് ചെയ്തിട്ടായിരിക്കണം ഇരിക്കേണ്ടത്. ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം കോർത്ത് പിടിച്ചിരിക്കുന്ന കൈകളെ പതിയെ താഴ്ത്തിക്കൊണ്ടുവരികയും ചെയ്യാവുന്നതാണ്. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കൈകളെ ഉയർത്തിക്കൊണ്ടുവരികയും തലക്കിരുവശങ്ങളിലും കൊണ്ടുവന്നതിന് ശേഷം ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം പതിയെ താഴ്ത്തിക്കൊണ്ടുവരികയുമാണ് ചെയ്യേണ്ടത്. ഈ രീതിയിലും 8-10 തവണ പരിശീലിക്കാം. ബുദ്ധിമുട്ട് തോന്നുന്ന സമയം കൈകൾ താഴ്ത്തി വെച്ച് വിശ്രമിച്ചതിന് ശേഷം മാത്രം തുടർന്നാൽ മതിയാകും. ഈ രീതിയിലാണ് താടാസനം 2 നമ്മൾ പരിശീലിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പരിശീലിച്ച ആസനം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. നമ്മളിൽ മിക്ക ആളുകളും ഉറക്കം എഴുന്നേറ്റ് വരുന്ന ഉടനെ തന്നെ നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന ഒരു പ്രക്രിയയാണിത്. ഈ 2 രീതിയിലുമുള്ള താടാസനം പരിശീലിക്കുന്നത് മൂലം ശരീരത്തിലെ സകല നാഡീഞരമ്പുകൾക്കും ശരിയായ രീതിയിലുള്ള പ്രവർത്തനം ലഭിക്കുന്നു. തോളുകൾക്കുണ്ടാകുന്ന വേദനയ്ക്ക് ശമനം കാണുന്നതിനും ചലനശേഷി വർദ്ധിച്ചു വരുന്നതിനും സാധിക്കുന്നു. അതേപോലെ തന്നെ പുറത്തെ പേശികൾക്ക് നല്ല രീതിയിലുള്ള വലിവും അയവും ലഭിക്കുന്നതിന് ഈ 2 ആസനങ്ങളും വളരെയധികം സഹായിക്കുന്നു. ഇന്ന് നമ്മൾ അവസാനമായിട്ട് പരിശീലിക്കാൻ പോകുന്നതാണ് ത്രികോണാസനം. ഇത് ചെയ്യുന്നതിനായിട്ട്
ഇരു കാലുകളും അകത്തി വെച്ച് നട്ടെല്ല് നിവർന്ന് നിൽക്കുക. കൈകൾ രണ്ടും തുടകളോട് ചേർത്ത് കമിഴ്ത്തിയും വെക്കാവുന്നതാണ്. സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം ഇരു കൈകളെയും ഉയർത്തിക്കൊണ്ടുവരികയും തറയ്ക്ക് സമാന്തരമായി നീട്ടി കമഴ്ത്തി പിടിക്കുകയും ചെയ്യുക. ഇപ്പോൾ ഇരു കൈപ്പത്തികളും ഒരു നേർരേഖയിലായിട്ടായിരിക്കും വരുന്നത്. ഇനി ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരത്തെ കഴിയുന്നത്ര വലതുവശത്തേക്ക് തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കേണ്ടതാണ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരവും ഇരു കൈകളും നേരെ കൊണ്ടുവരികയും വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം വലതുവശത്തേക്ക് ചെയ്ത അതേ രീതിയിൽ തന്നെ ഇടതുവശത്തേക്ക് കഴിയുന്നത്ര ചെരിച്ചു കൊണ്ടുവരികയും ചെയ്യുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരവും ഇരു കൈകളും നേരെ തന്നെ കൊണ്ടുവരികയും ചെയ്യുക. ഇതേ രീതിയിൽ ഇരുവശങ്ങളിലേക്കും മാറി മാറി 8-10 തവണ പരിശീലിക്കാവുന്നതാണ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരത്തെ നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരത്തെ വലതുവശത്തേക്ക് അല്ലെങ്കിൽ ഇടതുവശത്തേക്ക് തിരിച്ചു കൊണ്ടുവരികയുമാണ് ചെയ്യേണ്ടത്. ഓരോ ആസനം പരിശീലിക്കുമ്പോഴും അതിന്റെ യഥാർത്ഥ ഗുണം ലഭിക്കണമെന്നുണ്ടെങ്കിൽ വളരെ സാവധാനം മാത്രമേ അത് പരിശീലിക്കാൻ പാടുള്ളൂ. നമ്മൾ മുമ്പേ പറഞ്ഞ രീതിയിൽ തന്നെ പരിശീലിക്കുന്ന സമയം ബുദ്ധിമുട്ട് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ അല്പസമയത്തേക്ക് വിശ്രമിച്ചതിന് ശേഷം മാത്രം തുടർന്നാൽ മതിയാകും. ഇത് പരിശീലിക്കുന്നത് മൂലം ശരീരം ഒരു പരിധി വരെ അയഞ്ഞു കിട്ടുന്നതിന് സഹായിക്കുന്നു. ശരീരത്തിലെ സകല പേശികളും സന്ധിബന്ധങ്ങളും നാഡീഞരമ്പുകളും വലിഞ്ഞയഞ്ഞു വരുന്നതിനും ശക്തങ്ങളാകുന്നതിന് സഹായിക്കുന്നു. ഇത് മാത്രവുമല്ല, ശരീരത്തിന് ശരിയായ രീതിയിലുള്ള പോഷകരക്തം ലഭിക്കുന്നതിനും ഊർജ്ജസ്വലതയും ഉന്മേഷവും കൈവരുന്നതിനും സഹായിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിലെ വ്യായാമങ്ങളും ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച 3 ആസനങ്ങളും ചെയ്തതിന് ശേഷം ശവാസനം ചെയ്തു മാത്രമേ യോഗ പൂർത്തിയാക്കാവൂ. 2 തരത്തിലുള്ള താടാസനങ്ങളും ത്രികോണാസനവുമാണ് ഇന്ന് നമ്മൾ പരിശീലിച്ചത്. ഇവ ഓരോന്നും പരിശീലിക്കുന്നത് എങ്ങനെയെന്നും ചെയ്യുന്നത് മൂലം ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്നും എല്ലാവർക്കും വ്യക്തമായെന്ന് കരുതുന്നു. ഇതിന്റെ തുടർച്ചയായി പരിശീലിക്കേണ്ട 3 ആസനങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.